ഹലോ ഗായ്സ്, വെൽക്കം ടു ഗ്രീഷ്മി വ്ളോഗ്സ്. അപ്പം നമ്മുടെ ഗ്രീഷ്മി വ്ളോഗ്സിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ ചാനൽ ഒരു എഡ്യൂക്കേഷണൽ ചാനലല്ല കേട്ടോ, ഒരു വ്ളോഗ് ചാനലാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം കണ്ടന്റുകൾ ഇടുന്നതെന്ന് വെച്ചാൽ അതൊരു പാഷനാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്തരം വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലെ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് നമുക്ക് അതിന് ഒരുപാട് യൂസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പ്രാക്ടീസ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വിത്ത് ആൻസറും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പം നമ്മുടെ എല്ലാ ഇതുപോലെ ഇത്തരം എഡ്യൂക്കേഷണൽ കണ്ടൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും, മറ്റു കണ്ടൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ്റെ ഡേ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, മധുരിമയുടെ ചിത്രപുസ്തകം നിറം നൽകി മനോഹരമാക്കൂ. ഇവിടെ കാണുന്ന ചിത്രത്തിന് എന്ത് ചെയ്യാനാണ് പറയണത്, നിറം കൊടുക്കാനാണ് പറയണത് അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നിറം കൊടുക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിന് കളറൊക്കെ കൊണ്ടുപോകുക. നിറം കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ വൃത്തിയായിട്ട് നിറം കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം 2, തത്തമ്മയും മക്കളുമാണ്. ഇവിടെ എന്താ കാണുന്നത്, നമ്മൾ തത്തമ്മയുടെ കുഞ്ഞുങ്ങൾ മരപ്പൊത്തിലിരുന്ന് നോക്കുന്നുണ്ട് അല്ലേ. തത്തമ്മ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊണ്ടുപോവാണ്, ഭക്ഷണം കൊണ്ടുപോവാണ്. അപ്പോൾ ആദ്യം നമുക്കത് വായിക്കാം. വായിച്ചിട്ട് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഓക്കെ. വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മ തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിർ, കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു, കീ കീ കീ. ഇനി ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം. ആരാ പറന്നു വന്നത്? അതെ, അമ്മ തത്ത എന്താണ് കൊണ്ടുവന്നത്, എന്ത് കൊണ്ടുവന്നു, നെൽക്കതിർ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ കരഞ്ഞേ, കീ കീ കീ. തത്ത കുഞ്ഞുങ്ങൾ കരഞ്ഞത് എന്തിനു വേണ്ടിയായിരിക്കും, വിശന്നിട്ടില്ലേ, ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കൂ. ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതൂ. ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ, ഇവിടെ 2 വാക്കുകളുണ്ട്. ഏതൊക്കെയാ, പൊത്ത്, അതുപോലെ തന്നെ അമ്മത്താത്ത. കണ്ടില്ലേ. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, കൂട്ടുകാരുടെ വിശേഷങ്ങൾ ശരിയായി വരച്ചു ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ ആനയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട് അല്ലേ. അപ്പൊ ആന എന്താ പറയുന്നത് നോക്കൂ. ഞാൻ ആന അല്ലെ. ആനയെ എങ്ങോട്ടാ വരച്ചു ചേർത്തിരിക്കുന്നത്, കരയിലെ ഏറ്റവും വലിയ ജീവി. അതേപോലെ ഇവിടെ എന്തൊക്കെ വിശേഷണങ്ങളാണുള്ളത്, കാട്ടിൽ ജീവിക്കുന്നു. ഇതിൽ ആരാണ്, ആനയാണോ പൂച്ചയാണോ പശുവാണോ കാട്ടിൽ ജീവിക്കുന്നത്, ആനയാണ് അല്ലെ, കാട്ടിൽ ജീവിക്കുന്നു. അടുത്തത് പുല്ല് തിന്നുന്നു. ആരാ പുല്ല് തിന്നുക, ആരതിൽ പുല്ല് തിന്നുന്നത്, പൂച്ചയാണോ, അല്ല അല്ലെ, പശു. ഇനി പൂച്ചയുടെ നമുക്ക് വിശേഷം നോക്കാം. വീട്ടിൽ വളർത്തുന്നത് ആരാ, പൂച്ചയാണ്. നമ്മൾ പശുവിനും വളർത്തുമെങ്കിലും ഒരു പെറ്റായിട്ട് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ആരെയാ, പൂച്ചനെയാണ് അല്ലെ. പിന്നെയോ മീൻ തിന്നുന്നു, ആരാണ്, പൂച്ച. അടുത്തത് പശുവിന്റെ 2 വിശേഷണം പറയാണ്. പുല്ല് തിന്നുന്നു, പിന്നെയോ പാല് തരുന്നു അല്ലെ, ആരാണ്, പശു. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അനുമോദന റാലിയാണ്. പടം വരച്ചു ചേർക്കാം, നൽകാം. തോരണം കെട്ടി. അപ്പൊ ഇവിടെ തോരണം നോക്കൂ, 2 ഉണ്ടല്ലോ. ഇത് എന്ത് ചെയ്യലൂടെ വരച്ചു ചേർക്കണം കേട്ടോ. അടുത്ത നമുക്ക് ചിത്രം നോക്കിയിട്ട് വാക്യങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. മുത്തുകുടകൾ ചൂടി, ചെണ്ട കൊട്ടു തുടങ്ങി, മിഠായി വിതരണം ചെയ്തു, പുലിക്കളി തുടങ്ങി, കുട്ടികൾ തുള്ളിക്കളിച്ചു. കണ്ടില്ലേ. ഇതേപോലെയുള്ള വാക്യങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായില്ലേ. പ്രവർത്തനം 4, ചെറിയ വാക്യങ്ങൾ അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതുക. ലാസ്റ്റത്തെ പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനം ഫ്രൂട്ട്സ് ആണ്. കൗണ്ട് ദി ഫ്രൂട്ട്സ് ആൻഡ് റൈറ്റ്. ഫ്രൂട്ട്സ് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ആദ്യത്തെ ബേർഡിന്റെ കയ്യിൽ ഗ്രേപ്സ് ആണുള്ളത്. അപ്പൊ എത്ര ഗ്രേപ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കുക കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്ര ഗ്രേപ്സ് ഉണ്ട്, എത്ര മുന്തിരി ഉണ്ട്, 12 മുന്തിരി അല്ലേ, 12. അടുത്തത് നോക്കൂ, എത്ര ചെറിയ ഉള്ളത്, 15 അഥവാ 15 എണ്ണം. അടുത്തത് ആടിന്റെ കയ്യിൽ എത്ര ബനാന ഉണ്ട്, വാഴപ്പഴം ഉണ്ട്, 6 എണ്ണം അല്ലേ, 6. അടുത്ത ചോദ്യം നോക്കൂ. ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്. ഇതിലുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ, അതായത് ഏറ്റവും നിറയെ ഫ്രൂട്ട് ഏതാണ് ഉള്ളത്, ഗ്രേപ്പ് ആണോ, ജെറി ആണോ, ബനാനയാണോ ഏറ്റവും കൂടുതലുള്ളത്. ഹൗ മെനി ഫ്രൂട്ട്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേരല്ല, നമ്പർ ആണ് എഴുതേണ്ടത് കേട്ടോ. ഏതാണ് ഏറ്റവും വലിയ സംഖ്യ നോക്കിയാൽ മതി. ഏതാണ്, 15.
അതായത് ജെറി. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ നമ്പറുകളെ ചെറുതിൽ നിന്ന് വലുതെന്ന ഓർഡറിൽ എഴുതുക. എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതെന്ന ഓർഡർ നിങ്ങൾക്ക് അറിയണതല്ലേ? അതെ, 6, 12, 15 എന്ന് വെച്ചാൽ 6, 12, 15. അപ്പോൾ ഉറപ്പായും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി സംഖ്യകൾ തന്നിട്ട് അതിന് ചെറുതിൽ നിന്ന് വലുതിലോട്ട് വലുതിൽ നിന്ന് ചെറുതിലോട്ടൊക്കെ എഴുതാൻ പറയുവേ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള ഒരുപാട് നമുക്ക് എന്താവും ഒരു പ്രചോദനം ആവുള്ളൂ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് മാത്രമായിരിക്കില്ല, നമ്മുടെ ഒരു വ്ളോഗ് ചാനലാണിത്. നമ്മളൊരു ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടും എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടും അത്തരം വീഡിയോസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.